നിരാശപ്പെടുകയൊന്നും വേണ്ട. ആ വിഷയത്തിനകത്ത് ദൈവത്തിന് ടൈം ആകുമ്പോൾ, ബ്രാക്കറ്റ് പീരീഡ് അവസാനിക്കുമ്പോൾ ഒരു ദൈവിക മറുപടി നിങ്ങളെ തേടി വരും. മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. നല്ലൊരു പ്രഭാതം കൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ, പ്രാർത്ഥിപ്പാൻ, ശാന്തമായൊരു ചെറിയ സന്ദേശം കേൾക്കാൻ കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 8-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങൾ. എന്നാൽ സർവ്വഭൂമിയിലും വെള്ളം കിടക്കൊണ്ട് പ്രാവ് കാൽ വെക്കാൻ സ്ഥലം കാണാതെ അവൻ്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു തൻ്റെ അടുക്കൽ പെട്ടകത്തിലാക്കി. 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവിനെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വിട്ടു. പ്രാവ് വൈകുന്നേരത്ത് അവൻ്റെ അടുക്കൽ വന്നു. അതിൻ്റെ വായിൽ അതാ ഒരു പച്ച ഉരുവില. അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവെന്ന് നോഹ അറിഞ്ഞു. ആമേൻ. ദൈവം പറഞ്ഞിട്ടാ നോഹ പെട്ടകം പണിതത്. ദൈവം പറഞ്ഞിട്ടാ പെട്ടകത്തിനകത്ത് നോഹ കയറിയത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പെട്ടകത്തിനകത്ത് കയറാതിരുന്ന മറ്റുള്ളവരുടെ കൂട്ടത്തിൽ അവനായില്ല, രക്ഷപ്പെടാനിടയായിത്തീർന്നു. ദൈവത്തെ അനുസരിക്കുന്നത്, ദൈവം പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം മാത്രമേ കൊണ്ടുവരത്തുള്ളൂ കേട്ടോ. അത് ചെയ്യാൻ നോഹയെപ്പോലെ നമുക്ക് കഴിയട്ടെ. ദൈവത്തിൻ്റെ കൃപ നമുക്കതിന് സഹായമായിട്ടുണ്ട്. നോഹയ്ക്ക് അധികം ദൈവകൃപ ലഭിച്ചു. അതുകൊണ്ട് അവൻ ദൈവം പറഞ്ഞത് ചോദ്യം ചെയ്യാതെ അനുസരിക്കാനിടയായിത്തീർന്നു. അങ്ങനെ ആ ന്യായവിധി കഴിഞ്ഞ ശേഷം ഭൂമിയിലേക്ക് കാൽവെക്കുന്ന സമയമായി, പെട്ടകത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയമായി. പക്ഷെ വെള്ളം കുറഞ്ഞോ? ഇത്രയും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ദിവസങ്ങൾ മഴ പെയ്തതല്ലേ? നമുക്കിപ്പോൾ തന്നെ അറിയാം, ഒരു ദിവസമൊക്കെ മഴ പെയ്താൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും ദീർഘ ആഴ്ചകൾ മഴ പെയ്ത് വെള്ളം പൊങ്ങിയതെന്ന് പറഞ്ഞാൽ പർവ്വതത്തിൻ്റെ 15 അടി പൊക്കത്തിൽ വെള്ളം പൊങ്ങി. അപ്പോൾ അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു വിഷയത്തിൽ ഇപ്പോൾ നോഹയ്ക്കൊരാഗ്രഹം, വെള്ളം കുറഞ്ഞോ ഇല്ലയോ എന്നൊന്ന് അറിയണം, ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്നൊന്ന് അറിയണം. നോഹ എന്താ ചെയ്തത്? ഒരു പ്രാവിനെ അവൻ വിടുകയാണ്. പ്രതീക്ഷയോടാണ് വിടുന്നത് കേട്ടോ, പ്രതീക്ഷയോടാണ് വിടുന്നത്. പക്ഷേ മടങ്ങി വന്ന പ്രാവ് പ്രതീക്ഷയല്ല നൽകിയത്, നിരാശയാണ് നൽകിയത്. ഹല്ലേലൂയ. അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? പ്രതീക്ഷയോടാണ് അതിന് പോയത്, പ്രതീക്ഷയോടാണ് ആ എക്സാം എഴുതിയത്, പ്രതീക്ഷയോടെയാണ് ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തത്, പ്രതീക്ഷയോടെയാണ് ആ രാജ്യത്തിലേക്ക് സ്റ്റെപ്പ് വെച്ചത്. പക്ഷേ നിരാശയാണ്. ആമേൻ. ഇനി എനിക്കിനി ഇവിടെ തുടരാൻ പറ്റത്തില്ല, ഇനി എനിക്കിതിനകത്ത് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, എല്ലാം മതിയാക്കാം എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടെങ്കിൽ ആത്മനിയോഗത്തോടെ ഞാൻ പറയുന്നു, ദൈവമാണ് നിങ്ങളെ അവിടെ കൊണ്ടുപോയതെങ്കിൽ, ദൈവമാണ് ആ കാര്യങ്ങൾ ക്രമീകരിച്ചതെങ്കിൽ, ഒരു ബ്രാക്കറ്റ് പീരീഡ് അവസാനിക്കാൻ പോകുകയാണ്. നിങ്ങൾ അവിടെ തന്നെ തുടരും. വേണോ വേണ്ടായോ, വെക്കണോ വേണ്ടായോ, ഇരുമനസ്സോടെ പോകണോ വേണ്ടായോ എന്നൊക്കെ ഇരിക്കുന്ന ചില വിഷയങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതിനകത്താണ് കർത്താവ് ഇപ്പോൾ എന്നോട് നിങ്ങളോട് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ആ വിഷയത്തിനകത്ത് ഒരു സൈൻ കിട്ടാൻ പോകും കേട്ടോ. ആ ഒരു ബ്രാക്കറ്റ് പീരീഡ് കഴിയും. പ്രതീക്ഷയോട് ആദ്യം വിട്ടത്, പക്ഷെ നിരാശയോടാണ് വന്നത്. രണ്ടാമത്തെ വട്ടം വിടുമ്പോൾ പ്രതീക്ഷ വലുതായിട്ടൊന്നുമില്ല, പക്ഷേ വൈകിട്ട് വന്നപ്പോൾ നിരാശയല്ല പ്രത്യാശയാണ് നൽകിയത്. ജീസസ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഇനി ഒരു സാധ്യതയുമില്ല, മാനുഷികമായിട്ട് അതിനകത്ത് ഇനി ഒരു കരം ചലിക്കാനില്ല. അങ്ങനെയുള്ള വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക, ദൈവത്തിൻ്റെ കരം ചലിക്കാൻ പോവുക. വിശ്വസിക്കാമോ ഈ വചനം? കർത്താവ് സംസാരിച്ച് ഒരു പച്ച ഒലിവല. പച്ച എന്ന് പറയുന്നത് നല്ല ഒരു സിഗ്നലാണ്, നമുക്കറിയാം അല്ലേ? ഗ്രീൻ സിഗ്നലാണ്. ഹല്ലേലൂയ. മുമ്പോട്ട് പോകാൻ ദൈവം നിങ്ങൾക്കൊരു സിഗ്നൽ തരാൻ പോകട്ടോ. ആമേൻ. നീ വെച്ച സ്റ്റെപ്പ് ഒരിക്കലും പരാജയമല്ല, അത് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചാണ് എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ് എന്നവണ്ണം കർത്താവ് ഈ ദിവസങ്ങളിൽ ഇടപെടും, നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അത് അനേകരുടെ മുമ്പിൽ സാക്ഷ്യം പറയാനായിട്ട് മുഖാന്തരമാക്കും. ഹല്ലേലൂയ. അടുത്ത ദിവസങ്ങളിൽ പെട്ടകത്തിനകത്ത് നിന്ന് അവരെല്ലാവരും പുറത്തു വരാൻ കാരണമായി തീർന്നു ഈ സിഗ്നൽ. ഹല്ലേലൂയ. ഈ അടയാളം, ഹല്ലേലൂയ, പെട്ടകത്തിനകത്ത് നിന്ന് പുറത്തു വരാൻ മുഖാന്തരമായെങ്കിൽ നിങ്ങൾക്ക് കർത്താവ് തരാൻ പോകുന്ന അടയാളം, നിങ്ങൾക്ക് കർത്താവ് ചെയ്യാൻ പോകുന്ന ആ സിഗ്നൽ ഉണ്ടല്ലോ, പുറത്തു വരുന്നതിന് കാരണമായി തീരും.
കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കേൾപ്പിച്ച അങ്ങയുടെ ശബ്ദത്തിനായിട്ട് നന്ദി പറയുന്നു. ഈ സന്ദേശം അങ്ങയുടെ മക്കളെ തൊട്ടല്ലോ, അങ്ങയുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. പലർക്കും ഇത് മുമ്പോട്ട് കുതിക്കാനുള്ള ഒരു പ്രേരക ചാലകമാക്കി തീർത്തല്ലോ കർത്താവേ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.